പ്രകാശൻ ചുനങ്ങാടിൻ്റെ കുഞ്ഞുണ്ണി മാഷെക്കുറിച്ചുള്ള ഓർമ്മ പുസ്തകമായ കുഞ്ഞുണ്ണിക്കാലത്തിൽ നിന്നും 8-ാമത്തെ അധ്യായം നിറമുള്ള വളപ്പൊട്ടുകൾ. അധ്യായം 8 നിറമുള്ള വളപ്പൊട്ടുകൾ. പുറത്തുപോയി വരുമ്പോൾ കുഞ്ഞുണ്ണി മാഷിൻ്റെ കീശയിൽ മിക്കപ്പോഴും വളപ്പൊട്ടുകൾ കാണും. വഴിയിൽ നിന്ന് പെറുക്കിയെടുക്കുന്നതാണ് ഈ വളപ്പൊട്ടുകൾ. കറുപ്പ്, നീല, ചുവപ്പ്, പല നിറങ്ങളിലുള്ളത്. മാഷിൻ്റെ മുറിയിൽ ചുവരിനോട് ചേർത്തിയിട്ടൊരു ഡെസ്കുണ്ട്. ഡെസ്കിൻ്റെ മുകളിൽ ഹോർലിക്സ് ബോട്ടിലിനേക്കാൾ ഉയരമുള്ള 3 കുപ്പികൾ. ഒരു കുപ്പിയിൽ നിറയെ വളപ്പൊട്ടുകളാണ്. 2-ാമത്തെ കുപ്പിയിലാണ് ഇപ്പോൾ വളപ്പൊട്ടുകൾ ഇട്ടുവെക്കുന്നത്. പകുതിയോളം നിറഞ്ഞിരിക്കുന്നു. വളപ്പൊട്ടുകൾ പോലെ റോഡിൽ നിന്നും കിട്ടുന്ന ബട്ടണുകളാണ് 3-ാമത്തെ കുപ്പിയിൽ. ഈ ശീലം എന്ന് തുടങ്ങിയെന്ന് മാഷിനു തന്നെ ഓർമ്മയില്ല. എന്തിനാ മാഷേ വളപ്പൊട്ടുകളും ബട്ടണുകളും പെറുക്കിക്കൊണ്ടുവരുന്നത്? ഒരു രസം. ഒരു വളപ്പൊട്ട് വഴിയിൽ കിടക്കുന്നത് കാണുമ്പോൾ മാഷിന് നോവുന്നുണ്ടാവണം. ഉടഞ്ഞ വളകളോട് തോന്നുന്ന സഹതാപമോ അതോ ആ വളയണിഞ്ഞിരുന്ന മൃദുലമായ കയ്യിനെക്കുറിച്ചോർത്തുള്ള വേദനയോ മാഷിന് തന്നെ പറയാനാവുന്നില്ല. സ്ത്രീകളോട് മാഷ് എപ്പോഴും ഒരകലം പാലിച്ചിരുന്നു. സ്ത്രീ സൗന്ദര്യം ഏതെങ്കിലും കാലത്ത് മാഷെ മോഹിപ്പിച്ചിരുന്നോ? ഇല്ലെന്ന് വേണം കരുതാൻ. മാഷ് എന്തേ കല്യാണം കഴിക്കാഞ്ഞത്? ഇങ്ങനെയൊക്കെ തുറന്നു ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു. ഒരു മറയുമില്ലാതെ മാഷ് മറുപടിയും തന്നു. ഒരു പെണ്ണിനും എന്നോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയില്ല. സ്ത്രീകൾക്ക് എന്നോട് മതിപ്പാണ്, ഒരു കാരണവരോട് തോന്നുന്ന ബഹുമാനം, അത്രേ ഉള്ളൂ. ഒരിക്കൽ മാഷ് പറയുകയായിരുന്നു, എനിക്ക് ചെറുപ്പം എന്നൊന്നും ഉണ്ടായിട്ടില്ല. ശൈശവത്തിൽ നിന്ന് നേരെ വാർദ്ധക്യത്തിലേക്ക് കടന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പലരും കുഞ്ഞുണ്ണിയെ വയസ്സൻ എന്ന് വിളിച്ച് കളിയാക്കാറുണ്ടത്രേ. നാട്ടിലെ പെട്ടിമരുന്ന് കടക്കാരൻ കഴഞ്ചിക്കുരു എന്നും വിളിച്ചു. ഒന്നും കുഞ്ഞുണ്ണിയെ പ്രകോപിപ്പിച്ചില്ല. അസാരം രസിപ്പിച്ചിട്ടുണ്ടാവും. അതാണ് പ്രകൃതം. 12 വർഷം മുമ്പ് പാലക്കാട്ട് വെച്ച് ആദ്യമായി മാഷെ കാണുമ്പോഴും ഇതാണ് പ്രായം. അയഞ്ഞു തൂങ്ങുന്ന മുറിക്കയ്യൻ വെള്ളക്കുപ്പായവും കണങ്കാലിൻ്റെ പകുതിയോളം മാത്രം എത്തുന്ന കുറിയ ഒറ്റമുണ്ടും. ഞാൻ വയസ്സനാണെന്ന് മറ്റുള്ളവർക്ക് തോന്നണമെന്ന വാശിയുള്ളതുപോലെ. പോരെങ്കിൽ അധ്യാപകൻ. ഉള്ളതിൽ കൂടുതൽ പ്രായം തോന്നിക്കണമെന്ന നിർബന്ധമുള്ളവരായിരുന്നു കുട്ടിക്കാലത്ത് എന്നെ സ്കൂളിൽ പഠിപ്പിച്ച മാഷന്മാർ. ഞാൻ കുള്ളനാണെന്ന ബോധവും ചെറുപ്പം തൊട്ടേ മാഷിൻ്റെ ഉള്ളിൽ ഉറച്ചു പോയിട്ടുണ്ടാവും. അച്ഛനും തന്നെപ്പോലെ കുള്ളനായിരുന്നുവെന്ന് മാഷ് പറഞ്ഞിട്ടുണ്ട്. മത്തൻ കുത്തിയിട്ടാൽ കുമ്പളം മുളക്കില്ലല്ലോ. ജീവിതം മറ്റൊരാൾക്കും പകുക്കാൻ തികയാഞ്ഞു ഞാൻ എന്നെ തന്നെ വേലി കഴിച്ചു കൂടിയിടുന്നു. ഉയരക്കുറവുണ്ടെന്ന് വെച്ച് എന്നെ ആരും ചെറുതായി കാണേണ്ടെന്ന് മാഷ് പലപ്പോഴും പറയാതെ പറഞ്ഞിട്ടുണ്ട്. ഉയരക്കുറവുണ്ട്. കറുപ്പോടടുത്ത ഇരുണ്ട നിറമാണ്. വേഷം കണ്ടാലോ തനി വയസ്സൻ. എന്നാലും വല്ലാത്തൊരു ഭംഗിയുണ്ട് മാഷിൻ്റെ ആ വട്ടമുഖത്തിന്. ആ ചിരി, ആളെ കീശയിലാക്കുന്ന വർത്തമാനം, വശ്യവജസ്. മനസ്സിൻ്റെ സൗന്ദര്യമായിരിക്കണം മാഷിൻ്റെ മുഖത്ത് പ്രതിഫലിക്കുന്നത്. എത്ര വലിയ സദസ്സായാലും സ്റ്റേജിൽ മഹാന്മാരും മഹതികളും നിരന്നിരിക്കുന്നുണ്ടെങ്കിലും കുഞ്ഞുണ്ണി മാഷ് സ്റ്റേജിലെത്തിയാൽ സദസ്സ് ഇളകി മറിയുന്നു. പിന്നെ തിടമ്പ് കയറ്റുന്നത് കുഞ്ഞുണ്ണിയുടെ മസ്തകത്തിൽ തന്നെ. കുഞ്ഞുണ്ണിയുടെ അമ്മ 11 പെറ്റു. പെറുന്നതിലധികവും ചാപ്പിള്ളയോ അത്യൽപായുസോ ആയിരുന്നെന്ന് മാഷ് തന്നെ എഴുതിയിട്ടുണ്ട്. 11-ാമത്തെ പ്രസവത്തോടെ അമ്മ മരിച്ചും പോയി. മൂത്ത ചേച്ചിയെ ഞാൻ കണ്ടിട്ടുണ്ട്. കുടുംബസ്ഥയായി വിശാലമായ തറവാട്ട് വളപ്പിൻ്റെ തെക്കേ അറ്റത്ത് വീട് വെച്ച് താമസിക്കുന്നു. അനിയൻ രാമൻ നായർ PWDയിൽ എഞ്ചിനീയർ. വലപ്പാടടുത്ത് തൃപ്രയാറിൽ കുടുംബമായി കഴിയുകയായിരുന്നു. ക്യാൻസർ പിടിപെട്ട് സർവീസിലുള്ളപ്പോഴേ മരിച്ചു. അവസാന നാളുകളൊന്നിൽ ഞാനും മാഷിൻ്റെ കൂടെ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. 2 അനിയത്തിമാർ കോഴിക്കോട്ട് രാമനാട്ടുകരയിൽ ശാരദാമഠം സ്കൂളിൽ ടീച്ചർമാർ. താമസം ശാരദാമഠത്തിൽ. 2 പേരുടെയും വിവാഹം കഴിഞ്ഞില്ല. മാഷ് കല്യാണം കഴിക്കാതിരിക്കാൻ അതും ഒരു കാരണമായിരിക്കാം. സഹോദരങ്ങളെപ്പറ്റി ഇത്രയേ എനിക്കറിയൂ. കുടുംബകാര്യങ്ങൾ സംസാരിക്കാൻ ഉത്സാഹം കുറവായിരുന്നു മാഷിന്. സ്ത്രീവർഗത്തെപ്പറ്റി അത്ര വലിയ അഭിപ്രായം മാഷിനുണ്ടായിരുന്നോ? ഇല്ലെന്ന് വേണം വിചാരിക്കാൻ. മരിച്ചൂന്ന് കേൾക്കുമ്പോൾ കഷ്ടായിന്ന് പറയാനുള്ള പരിചയമായില്ലോ എന്ന് അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം അമ്മയെ കളിയാക്കാനും അതാവും കാരണം. പെണ്ണിനല്ലടോ ഭംഗി, ആണിനാണ്. കോഴിയെ നോക്കുക. തലയിൽ ചുവന്ന പൂവും അങ്കവാലുമുള്ള പൂവൻകോഴിക്കോ ചതുക്കാൻ പിതുക്കാൻ നടക്കുന്ന പിടക്കോഴിക്കോ ചന്തം. പെൺമയിലിന് കുറ്റിച്ചൂര് പോലത്തെ ഇത്തിരി പീലി. ആൺമയിലോ അവൻ പീലി വിടർത്തിയാടുമ്പോൾ നമ്മൾ നോക്കി നിൽക്കില്ലേ?
വരിയുടച്ച കാളകളുടെ കാര്യം വിടാം. കാളക്കൂറ്റനെ നോക്കുക. അവൻ്റെ പൂഞ്ഞയുടെ വലിപ്പം, എന്താ അവൻ്റെ ഗാംഭീര്യം. സിംഹത്തിനെ നോക്കുക. ആൺസിംഹത്തിനല്ലേ സടയുള്ളൂ. കൊമ്പനാനയുടെ കൊമ്പിൻ്റെ നീളം, മസ്തകത്തിൻ്റെ വിരിവ്, നിലത്തിഴയുന്ന തുമ്പിക്കൈ, എന്താണ് അവൻ്റെ തലയെടുപ്പ്. പിടിയാനയോ? ശരിയാണ് മാഷു പറഞ്ഞത്. ഞാൻ വേഗം സമ്മതിച്ചു. അധ്യായം 9. അക്കങ്ങളുടെ ലോകത്ത്. എഴുത്തിൻ്റെ മാസ്മരികതയിലേക്ക് എന്നെ ആകർഷിച്ചു കൊണ്ടുപോയത് രവീന്ദ്രൻ മാഷാണ്. ഈ കവിത മോശം, കഥ നന്നായില്ല എന്നൊരിക്കലും രവീന്ദ്രൻ മാഷ് പറയില്ല. തലോടൽ മാത്രം. കുഞ്ഞുണ്ണി മാഷിൻ്റെ രീതി അതല്ല. തലോടലിനൊപ്പം തല്ലും തരും. കഥ കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയാൻ ഒരു മടിയുമില്ല. കഥ ചുരുട്ടിക്കൂട്ടി ചവറ്റുകുട്ടയിലിടുന്നതിന് പകരം തിരുത്തലുകളോടെ, നിർദ്ദേശങ്ങളോടെ തിരിച്ചയച്ചു തരും. കഥ മടങ്ങി വരാൻ സ്വന്തം മേൽവിലാസം എഴുതിയ സ്റ്റാമ്പൊട്ടിച്ച കവറൊന്നും അയച്ചു കൊടുക്കേണ്ട. എഴുതി തുടങ്ങുന്നവരുടെ കാര്യത്തിൽ അത്ര കരുതലാണ് മാഷിന്. വൈദ്യൻ മൂസിൻ്റെ മകനാണല്ലോ. മധുരിക്കുന്ന ആസവവും ചിലപ്പോൾ കഴിക്കുന്ന കഷായവും തരും സേവിക്കാൻ. പുലാക്കാട്ട് രവീന്ദ്രനോട് പ്രത്യേക ഇഷ്ടമുണ്ട് കുഞ്ഞുണ്ണി മാഷിന്. രവീന്ദ്രൻ്റെ കവിതകളെപ്പറ്റി വലിയ അഭിപ്രായമാണ്. തെളിഞ്ഞ ഭാഷ, മലയാളത്തനിമ, കാതിനിമ്പം തരുന്ന കാമ്പുള്ള കവിതകളാണ് രവീന്ദ്രൻ്റെ. എന്നിട്ടും രവീന്ദ്രന് വേണ്ടത്ര അംഗീകാരം കിട്ടുന്നില്ലെന്ന് മാഷു പറയും. നല്ല കാര്യങ്ങൾ രവീന്ദ്രന് വൈകിയാണ് വന്നു ഭവിക്കുന്നത്. അയാളുടെ വിവാഹവും വൈകിട്ടാണല്ലോ നടന്നത്. മാഷു പറഞ്ഞതാണ് ശരിയെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മാഷ് എന്നോട് പറഞ്ഞു, പ്രസിദ്ധനാവാനും വേണം ഒരു ഭാഗ്യം. തൻ്റെ ഗുരുവിനെ പോലെയാണ് താനും. അക്കങ്ങൾ കൊണ്ട് കളിക്കുന്ന ഞങ്ങൾ ബാങ്ക് ജീവനക്കാർ പൊതുവെ സാഹിത്യ തറവാട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നവരാണ്. അക്ഷരപ്പൂമുഖത്തേക്ക് കയറാൻ മടി. സേതുവിനെപ്പോലെ, രാമനുണ്ണിയെപ്പോലെ, നിർമ്മൽ കുമാറിനെപ്പോലെ, സുധീരയെപ്പോലെ, ആശാ മേനോനെപ്പോലെ പ്രശസ്തരായ കുറച്ചു പേരുണ്ട് ബാങ്കിൻ്റെ ലോകത്ത് നിന്ന്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, എന്നെയും ആബിദിനെയും കാണാൻ ഒരു ദിവസം കുഞ്ഞുണ്ണി മാഷ് ബ്രാഞ്ചിൽ കയറി വന്നു. ഞങ്ങൾ കുഞ്ഞുണ്ണി മാഷോട് വർത്തമാനം പറയുന്നത് കണ്ട് മാഷെ അറിയാവുന്നവർക്ക് അതിശയമായി. മാഷ അന്വേഷിച്ചു വരണമെങ്കിൽ ഇവർ ചെറിയ പുള്ളികളല്ലല്ലോ. ഡെപ്യൂട്ടി മാനേജർ എന്നെ കൈകാട്ടി വിളിച്ചു. ആരാ? കുഞ്ഞുണ്ണി മാഷാണ്. അറിയില്ലേ? ആരായാലും ലോണിനല്ലേ, മാനേജരില്ല. അടുത്ത ആഴ്ച വരാൻ പറയൂ. ഡെപ്യൂട്ടി മാനേജറുടെ പേര് ഞാൻ പറയില്ല. ഈ വകുപ്പിൽപ്പെട്ടവർ ധാരാളം പേരുണ്ടാവും കേരളത്തിലെ ബാങ്കുകളിൽ. ഞാൻ ബാങ്ക് ജീവനക്കാരനായത് മാഷിന് ഉപകാരമായി. പല ബാങ്കുകളിൽ കുറച്ചധികം ഡെപ്പോസിറ്റുകളുണ്ട് മാഷിന്. ഓരോ കാലങ്ങളിൽ ഓരോ ബാങ്കിൻ്റെ മാനേജർമാർ വന്ന് സോപ്പിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കാൻ ചെക്കോ ക്യാഷോ വാങ്ങിക്കൊണ്ടു പോവും. ഈ ഡെപ്പോസിറ്റ് റെസിപ്റ്റുകൾ ഒരു സഞ്ചിയിലാക്കി വെച്ചിരിക്കുകയാണ് മാഷ്. ഏത് ഡെപ്പോസിറ്റ് എന്നു കാലാവധി തീരുന്നു എന്ന് നോക്കി വെക്കണം. ഡെപ്പോസിറ്റ് പുതുക്കാൻ റെസീറ്റ് ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തയക്കണം. വല്ലാത്ത പൊല്ലാപ്പ്. പണ്ടൊരു സന്യാസി പൂച്ചയ്ക്ക് പാല് കൊടുക്കാൻ പശുവിനെ വളർത്തിയതുപോലെയാണ് മാഷിൻ്റെ കാര്യം. കാശുണ്ടെങ്കിലും ശല്യം തന്നെ. അടിക്കാൻ അറിയുന്നവൻ്റെ കയ്യിൽ വടി കൊടുക്കില്ലല്ലോ. മാസാമാസം കിട്ടുന്ന ശമ്പളം, പുസ്തകങ്ങളുടെ റോയൽറ്റി മുറതെറ്റാതെ വന്നുകൊണ്ടിരിക്കുന്നു. മാഷിൻ്റെ പുസ്തകങ്ങൾ ചൂടപ്പം പോലെ വിറ്റുപോകുന്നു. ഒരു പുസ്തകത്തിനു വേണ്ടി പ്രസാധകന്മാർ പിന്നാലെ നടക്കുന്നു. ചെലവെന്ന് പറയാൻ എന്താണ്? കുടുംബമില്ല, കുട്ടികളില്ല. പെങ്ങന്മാരാണെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കുന്നു. ഒരേ ഒരു അനിയൻ എഞ്ചിനീയർ. അവർക്കാർക്കും മാഷിൻ്റെ സഹായം ആവശ്യമില്ല. പരുക്കൻ വെള്ളത്തുണി 2 മീറ്റർ ഉണ്ടെങ്കിൽ കുപ്പായത്തിന് ധാരാളമായി. ഉടുക്കാൻ 3 വീതിയുള്ള മുണ്ട് വേണ്ട, 2 വീതി മതി. അതും ഒറ്റമുണ്ട്. പണച്ചെലവുള്ള ഒരു ദുശീലമുണ്ട്. ബീഡി വലിക്കും വല്ലപ്പോഴും. ബീഡി വലിച്ചാൽ നല്ല ശോധന കിട്ടും മാഷേ എന്ന് പണ്ടാരോ സൂത്രം പറഞ്ഞു കൊടുത്തു. പിന്നീടത് ശീലമായി. ഡെപ്പോസിറ്റ് റെസിറ്റുകൾ ഇട്ടുവെക്കുന്ന സഞ്ചി മാഷ എന്നെ ഏൽപ്പിച്ചു. താൻ വേണ്ട പോലെ ചെയ്തോളുക. ഞാനൊരു നോട്ട് പുസ്തകം വാങ്ങി. ബാങ്കിൽ ഡെപ്പോസിറ്റ് ലെഡ്ജർ സൂക്ഷിക്കുന്ന രീതിയിൽ ഓരോ പേജിൽ ഓരോ ഡെപ്പോസിറ്റായി ചേർത്ത് വെച്ചു. നോട്ട് പുസ്തകത്തിൽ ചേർത്ത ക്രമത്തിൽ റെസിറ്റുകൾ സൂക്ഷിച്ചു. കാലാവധി എത്തുന്ന മുറയ്ക്ക് ഞാൻ തന്നെ ഓരോ ഡെപ്പോസിറ്റ് റെസിറ്റും മാഷിൻ്റെ മേശപ്പുറത്ത് വെച്ചു. മാഷിന് സന്തോഷമായി, അതിലേറെ ആശ്വാസവും. ഒരു തലവേദന മാറിക്കിട്ടിയല്ലോ. നീണ്ട 5 വർഷമാണ് ഞാൻ കോഴിക്കോട്ട് ജോലി ചെയ്തത്. ഗുമസ്തന്മാർക്ക് ബാങ്കിൽ സ്ഥലം മാറ്റത്തെ പേടിക്കേണ്ട കാര്യമില്ല. ഓഫീസറായി പ്രൊമോഷൻ കിട്ടിയാലോ കഥ മാറി. ദൂരെ ദൂരെ ഒരു കൂട് കൂട്ടേണ്ടി വരും. 3 വർഷത്തിലൊരിക്കൽ കൂട് വിട്ട് കൂടുമാറേണ്ടിയും വരും. ശനിയാഴ്ച ഹാഫ് ഡേ ആണ് ബാങ്കുകൾക്ക്. 2 മണിക്ക് ശേഷം ബ്രാഞ്ചിൽ നിന്നിറങ്ങി നേരെ ബസ് സ്റ്റാൻഡിലേക്ക്.
ഒറ്റപ്പാലത്തിനടുത്ത ചുനങ്ങാട്ടാണല്ലോ എൻ്റെ വീട്. സന്ധ്യയോടെ വീട്ടിലെത്താം. തിങ്കളാഴ്ച പുലർച്ചയ്ക്കുള്ള ബസ് പിടിച്ച കോഴിക്കോട്ടേക്ക്. എല്ലാ ആഴ്ചയും നാട്ടിലെത്തണമെന്ന തോന്നൽ ശക്തമായിരുന്നു. അതിനാൽ ഒഴിവു ദിവസങ്ങളിൽ കോഴിക്കോട്ട് തങ്ങാൻ മടി. ശനി ഞായർ ദിവസങ്ങളിലാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെ യാത്രകളിൽ അധികവും. വേണമെങ്കിൽ എനിക്ക് മാഷിൻ്റെ തുണയായി പോകാവുന്ന യാത്രകളാണ് അധികവും. മാഷിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാനും പ്രശസ്തരെ കാണാനും പരിചയപ്പെടാനും പറ്റിയ അവസരങ്ങൾ. ആ അവസരങ്ങൾ ഞാനായിട്ട് നഷ്ടപ്പെടുത്തിയെന്ന് ഇപ്പോഴെനിക്ക് ദുഃഖം തോന്നുന്നു. പോയ ബുദ്ധി ആന പിടിച്ചാൽ പോരില്ലല്ലോ. അഷ്ടി എന്നല്ലാതെ മറ്റൊരു സംസാരം ഇഷ്ടമില്ലാതെയായി കഷ്ടമിതെത്രയും എന്ന് പണ്ട് കുഞ്ചൻ നമ്പ്യാർ പാടിയ പോലെയാണ് ബാങ്ക് ജീവനക്കാരൻ്റെ സ്വഭാവം. ഒരുപക്ഷെ ഞാനും അങ്ങനെയായി പോകുന്നുണ്ടായിരിക്കാം. എന്തായാലും ഞാൻ എഴുത്തു നിർത്തിയില്ല. എഴുത്തിൻ്റെ വേഗം കുറഞ്ഞു പോയിരുന്നോ? പിന്നീട് ഓഫീസറായി സ്ഥാനക്കയറ്റം കിട്ടിയപ്പോഴോ വല്ലപ്പോഴും ഒരു കഥ എഴുതിയാലായി. മാനേജറായപ്പോൾ എഴുത്ത് പിന്നെയും കുറഞ്ഞു. മജിസ്ട്രേറ്റിൻ്റെ അവസ്ഥ 24 മണിക്കൂർ ഡ്യൂട്ടി. അക്കങ്ങൾ മാറി നിന്നാലേ അക്ഷരങ്ങൾക്കിടം കിട്ടൂ. അതുണ്ടായില്ല. റിട്ടയർ ചെയ്ത ശേഷം മാത്രമാണ് ഞാൻ എഴുത്തിൽ വീണ്ടും സജീവമാകുന്നത്. നല്ല പ്രായത്തിൽ വിവാഹം കഴിച്ച് മക്കളും കുട്ടികളുമായി കഴിയുമ്പോൾ നാടുവിടുക. തെണ്ടിത്തിരിഞ്ഞ 60-ാം വയസ്സിൽ വീട്ടിലേക്ക് മടങ്ങുക. എങ്ങനെയുണ്ടാവും? ഒട്ടും റൊമാൻറ്റിക് അല്ലാത്ത ഭാര്യ. പ്രേമത്തോടെ ഒരു കടാക്ഷം പോലും മോഹിക്കേണ്ട. ഉമ്മറത്തിരിപ്പായ അപ്പനെ കണ്ട് മകൻ അമ്മയോട് ചോദിച്ചെന്ന് വരും, ആരാ അമ്മേ ഉമ്മറത്തിരിക്കണേ? മിണ്ടല്ലടാ, നിന്റെ അപ്പനാടാ. പ്രകാശൻ ചുനങ്ങാടിൻ്റെ കുഞ്ഞുണ്ണിക്കാലം എന്ന പുസ്തകത്തിലെ 9-ാമത്തെ അധ്യായം അക്കങ്ങളുടെ ലോകത്ത് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.